നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പുന്നപ്ര വയലാർ സമരവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. വിവിധ പരീക്ഷകളിലായിട്ട് PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ് പുന്നപ്ര വയലാർ സമരത്തെ പറ്റിയിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി നോക്കി ഈ ഒരു ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാം. പുന്നപ്ര വയലാർ സമരം ആദ്യം മനസ്സിലാക്കേണ്ടത്, പുന്നപ്ര വയലാർ സമരം നടന്നത് 1946 എന്നാണ്. 1946 എനിക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് 1947 അല്ലേ? അപ്പോൾ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് തൊട്ട് മുൻപത്തെ വർഷം, അതായത് 1946 പുന്നപ്ര വയലാർ സമരം നടന്നത് എന്ന കാര്യം നമ്മൾ ആദ്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. രണ്ടാമതായിട്ട്, പുന്നപ്ര വയലാർ സമരം നടന്നത് ആലപ്പുഴ ജില്ലയിലാണ്. എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ് പുന്നപ്ര വയലാർ സമരം നടന്നത്. മറ്റൊരു കാര്യം, ഇതൊരു തൊഴിലാളി കർഷക പ്രക്ഷോഭമാണ്. തൊഴിലാളി കർഷക പ്രക്ഷോഭമാണ് പുന്നപ്ര വയലാർ സമരം. അമ്പലപ്പുഴ ചേർത്തല താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിലാണിത് നടന്നത്. അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളുടെ വിവിധ ഭാഗങ്ങളിലാണിത് നടന്നത്. പുന്നപ്ര വയലാർ സമരത്തെ നമ്മൾ വളരെ വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന് പറഞ്ഞുകൊണ്ട്, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നൊരു മുദ്രാവാക്യത്തോടു കൂടിയിട്ടാണ് പുന്നപ്ര വയലാർ സമരം നടന്നത്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. വിവിധ PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യത്തോടു കൂടിയിട്ട് നടന്ന പ്രക്ഷോഭം ഏതാണെന്ന്. അത് പുന്നപ്ര വയലാർ സമരമാണ്. അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതിന് സർ CP രാമസ്വാമി അയ്യർക്കെതിരെ നടന്ന സമരമാണ്. ആർക്കെതിരെയാണ്? സർ CP രാമസ്വാമി അയ്യർക്കെതിരെ നടന്ന ഒരു പ്രക്ഷോഭമാണ് പുന്നപ്ര വയലാർ സമരം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നാണ് ഇതിൻ്റെ മുദ്രാവാക്യം. എന്തിനാണ്? അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതിന് സർ CP രാമസ്വാമി അയ്യർക്കെതിരെ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. 1946 സമരം നടന്നത് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? 1946 ഒക്ടോബർ 24 മുതൽ ഒക്ടോബർ 27 വരെ ആയിരുന്നു എന്നാണ്. 1946 ഒക്ടോബർ 24 മുതൽ ഒക്ടോബർ 27 വരെ ആയിരുന്നു എന്നാണ്. 1946 ഒക്ടോബർ 24 മുതൽ ഒക്ടോബർ 27 വരെ ആയിരുന്നു പുന്നപ്ര വയലാർ സമരം നടന്നത്. ഈ പുന്നപ്ര വയലാർ സമരത്തിനെ നമ്മൾ തുലാം 10 സമരം എന്നും പറയും. തുലാം 10 സമരം എന്നും പറയും. എന്തിനെയാണ്? പുന്നപ്ര വയലാർ സമരത്തെ നമ്മൾ തുലാം 10 സമരം എന്നും പറയും. നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് ആവർത്തിച്ച് നോക്കാം. പുന്നപ്ര വയലാർ സമരം ഒരു തൊഴിലാളി കർഷക പ്രക്ഷോഭമായിരുന്നു. ആലപ്പുഴ ജില്ലയിലാണ് നടന്നത്. 1946 ഒക്ടോബർ 24 മുതൽ ഒക്ടോബർ 27 വരെ അമ്പലപ്പുഴ ചേർത്തല താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ടാണ് നടന്നത്. ഇതിൻ്റെ മറ്റൊരു പേരാണ് തുലാം 10 സമരം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യത്തോടു കൂടിയിട്ട് നടന്നൊരു പ്രക്ഷോഭമാണ് പുന്നപ്ര വയലാർ സമരം. സർ CP രാമസ്വാമി അയ്യർക്കെതിരെ നടന്നതാണ് പുന്നപ്ര വയലാർ സമരം. ആർക്കെതിരെയാണ്? സർ CP രാമസ്വാമി അയ്യർക്കെതിരെ. നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് പുന്നപ്ര വയലാർ സമരത്തിനെ നോക്കുകയാണെങ്കിൽ, ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന പോയിന്റ്, വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന CK കുമാരപ്പണിക്കറായിരുന്നു പുന്നപ്ര വയലാർ സമരത്തിൻ്റെ ഒരു മുഖ്യ നേതാവ്. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന CK കുമാരപ്പണിക്കറായിരുന്നു പുന്നപ്ര വയലാർ സമരത്തിൻ്റെ ഒരു മുഖ്യ നേതാവ്. അതുപോലെ തന്നെ സഖാവ് VS അച്യുതാനന്ദൻ പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്തിരുന്നു. ഇതൊന്ന് പഠിച്ചു വെക്കുക. അദ്ദേഹം VS അച്യുതാനന്ദൻ അദ്ദേഹം ഈ ഒരു സമരത്തിൽ പങ്കെടുത്തിരുന്നു. ഇതിൻ്റെ പ്രധാന നേതാവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുഖ്യ നേതാവ് എന്ന് പറയുന്നത് CK കുമാരപ്പണിക്കറാണ്. ഒപ്പം VS അച്യുതാനന്ദൻ ഇതിൽ പങ്കെടുത്തിരുന്നു. ആ ഒരു കാര്യം കൂടി ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് CK കുമാരപ്പണിക്കറാണ്. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന CK കുമാരപ്പണിക്കർ ആയിരുന്നു പുന്നപ്ര വയലാർ സമരത്തിൻ്റെ മുഖ്യ നേതാവ്. അതുപോലെ തന്നെ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. KCS മണിയാണ് അന്ന് CP രാമസ്വാമി അയ്യരെ വധിക്കാനായിട്ട് ശ്രമിച്ചത്. പുന്നപ്ര വയലാർ സമരം നടക്കുന്ന സമയത്ത് KCS മണിയാണ് ആരെ? സർ CP രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമിച്ചത്. അതുപോലെ തന്നെ പുന്നപ്ര വയലാർ സമരവുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വെക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. പുന്നപ്ര വയലാർ സമരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്
കേശവദേവ് ഉലക്ക എന്ന കൃതി രചിച്ചത്? കേശവദേവിൻ്റെ ഉലക്കയും അതുപോലെ തന്നെ തകഴിയുടെ തലയോട്, ഇത് രണ്ടും എന്താണ്? ഈ രണ്ട് നോവലുകളും ഈ ഒരു സമരത്തെ പശ്ചാത്തലമാക്കിയാണ് രചിച്ചത്. എന്താണ്? കേശവദേവിൻ്റെ ഉലക്ക, തകഴിയുടെ തലയോട്, ഇത് രണ്ടും പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് രചിച്ച രണ്ട് നോവലുകളാണ്. നമ്മളോട് ചോദിക്കാം, പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് കേശവദേവ് രചിച്ച നോവൽ ഏതാണ്? ഏതാണ്? ഉലക്ക. പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് തകഴി രചിച്ച നോവൽ ഏതാണ്? ഏതാണ്? തലയോട്. രണ്ടും പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ 1998 എന്ത്? പുന്നപ്ര വയലാർ സമരത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് അംഗീകരിച്ചത്. എന്നാണ്? 1998 പുന്നപ്ര വയലാർ സമരത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് അംഗീകരിച്ചത്. അതുപോലെ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഏറ്റവും വലിയ സമരമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ത്? പുന്നപ്ര വയലാർ സമരം. ഒരു കാര്യം മനസ്സിലാക്കുക, 1998 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് എന്തിനെ? പുന്നപ്ര വയലാർ സമരത്തെ അംഗീകരിച്ചത്. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഏറ്റവും വലിയ സമരമാണെന്ത്? പുന്നപ്ര വയലാർ സമരം. എന്താണ്? കേരളത്തിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഏറ്റവും വലിയ സമരം ഏതാണ്? അതും പുന്നപ്ര വയലാർ സമരമാണ്. അപ്പം ഒന്നും കൂടി നമുക്ക് നോക്കാം, കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് പുന്നപ്ര വയലാർ സമരം. ഒന്ന്, ഇതൊരു തൊഴിലാളി കർഷക പ്രക്ഷോഭമായിരുന്നു. 2, അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് നടന്നതാണ്. ആലപ്പുഴ ജില്ലയിൽ 1946 ഒക്ടോബർ 24 മുതൽ 27 വരെ. ഇതിനെ തുലാം 10 സമരമെന്നും അറിയപ്പെടുന്നുണ്ട്. സർ CP രാമസ്വാമി അയ്യർക്കെതിരെ നടന്നതാണ്. അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്നതായിരുന്നു പുന്നപ്ര വയലാർ സമരത്തിൻ്റെ മുദ്രാവാക്യം. ഇതിൽ വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന CK കുമാരപ്പണിക്കരാണ് നേതൃത്വം വഹിച്ചത്. VS അച്യുതാനന്ദൻ ഇതിൻ്റെ ഭാഗമായിരുന്നു. അതുപോലെ KCS മണിയാണ് എന്ത്? സർ CP രാമസ്വാമി അയ്യരെ എന്താണ്? വധിക്കാൻ ശ്രമിച്ചത്. ആരാണ്? KCS മണിയാണ് അന്ന് CP രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമിച്ചത്. കേശവദേവിൻ്റെ ഉലക്കയും തകഴിയുടെ തലയോടും എന്താണ്? പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് രചിച്ച നോവലുകളാണ്. 1998 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് പുന്നപ്ര വയലാർ സമരത്തെ അംഗീകരിച്ചത്. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഏറ്റവും വലിയ സമരമാണ് പുന്നപ്ര വയലാർ സമരം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പുന്നപ്ര വയലാർ സമരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്.